നമസ്കാരം, ഞാൻ സനാറാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിൽ പത്രം എങ്ങനെയാണ് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് മാത്രമല്ലാതെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഫാക്ടേഴ്സ് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറും കാണാം. ഫസ്റ്റ് ഫാക്ടർ, ഈ വില്ലിൽ എന്തൊക്കെ സ്വത്തുക്കൾ കവർ ആവണം. ഇമ്മൂവബിൾ ആവാം, മൂവബിൾ ആവാം. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, കാർസ്, നമ്മളുടെ ഫ്ലാറ്റ് ആവാം, സിൽവർ, ഗോൾഡ്, ഇതുപോലത്തെ എന്തൊക്കെ സ്വത്തുക്കളുണ്ട് ആൻഡ് വാട്ട് ഓൾ ഷുഡ് ബി കവർഡ് അണ്ടർ ദ വിൽ. ഈ ഒരു ഇതിൻ്റെ ക്ലിയർ പിക്ചർ വേണം. ഇതാണ് ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ, ബെനിഫിഷ്യറീസ്. ബെനിഫിഷ്യറീസിന് പറയുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഞാൻ വില്ല് എഴുതുന്നുണ്ടെങ്കിൽ ആർക്കാണോ ആ ബെനിഫിറ്റ്സ് മൊത്തം കിട്ടേണ്ടത് അവരാണ് ബെനിഫിഷ്യറീസ്. ദ പീപ്പിൾ ആർ ഗോയിങ് ടു റിസീവ് ഇറ്റ് ആഫ്റ്റർ മീ. സോ ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ, എക്സിക്യൂട്ടർ. ഈ എക്സിക്യൂട്ടറിന് പറയുന്ന ആള് ഇന്റർമീഡിയേറ്ററി ആണ് നമുക്ക് പറയാം, ഇല്ലെങ്കിൽ someone who executes everything after me. ലീഗൽ ഫോർമാലിറ്റീസും പേപ്പർ വർക്കും ചെയ്യേണ്ടി വരും. ആ ലീഗൽ ഫോർമാലിറ്റീസും പേപ്പർ വർക്കും ചെയ്യുന്ന ആളാണ് എക്സിക്യൂട്ടർ. സോ ദിസ് പേഴ്സൺ വിൽ മേക്ക് ഷുവർ ദറ്റ് ആ ബെനിഫിഷ്യറീസിന് പറഞ്ഞതുപോലെ വില്ലിൽ എഴുതിയ പോലെ എല്ലാം കിട്ടുന്നുണ്ടെന്ന്. സോ ഈ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ട് ഉള്ള ഒരു വ്യക്തിനെ വേണം സെലക്ട് ചെയ്യാൻ. നാലാമത്തെ ഫാക്ടർ, വിൽ ഡോക്യുമെന്റ്. സോ ഈ വിൽ ഡോക്യുമെന്റിന് പറയുന്നത് സ്റ്റാമ്പ് പേപ്പർ ആവണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി എ നോർമൽ A4 ഷീറ്റ്. പക്ഷേ 2 വിറ്റ്നസ് വേണം അതിൽ സൈൻ ചെയ്യാൻ. അഞ്ചാമത്തെ ഫാക്ടർ, രജിസ്ട്രേഷൻ ഓഫ് വിൽ. രജിസ്ട്രേഷൻ ഓഫ് വിൽ മാൻഡേറ്ററി അല്ല, പക്ഷേ ഇപ്പോൾ കുറേ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. ഒരു രജിസ്ട്രാറിൻ്റെ അടുത്ത് പോവുക, രജിസ്റ്റർ ചെയ്യുക, ഒരു ചെറിയ നോമിനൽ ഫീ പേ ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ വില്ല് രജിസ്റ്റേർഡ് ആണ്. സോ ഈ 5 ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു വില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സോ ഓൺലൈനിൽ വില്ല് എങ്ങനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇതിന് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. വിൽ ജിനി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതുപോലെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ ഇന്ന എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് കുറേ സർവീസസ് അവൈലബിൾ ആണ്. എക്സാമ്പിളിന് പറയണമെങ്കിൽ എക്സ്പ്രസ് വിൽ അവൈലബിൾ ആണ്, സ്റ്റാൻഡേർഡ് വിൽ അവൈലബിൾ ആണ്, ജോയിന്റ് വിൽ അവൈലബിൾ ആണ്, ഓഫ്ലൈൻ വിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് വേണ്ട വിൽ സർവീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കോസ്റ്റ് ഡിഫർ ആവും. എക്സ്പ്രസിന് പറയുമ്പോൾ 1500-600 അകത്ത് വരും. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ വില്ലിന് പറയുമ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ 10,000 വരെ ഈ കോസ്റ്റ് പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഈ എക്സ്പ്രസ് വിൽ ജിനി വെബ്സൈറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിന് വിസിറ്റ് ചെയ്യുക. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ നമ്മളുടെ ബേസിക് ഇൻഫർമേഷൻ ചോദിക്കും. അത് തന്നിട്ട് ഒരു പാസ്വേഡ് ആൻഡ് യൂസർ ID കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വില്ലിന് സെലക്ട് ചെയ്യുക, എക്സ്പ്രസ് വിൽ സെലക്ട് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യനർ വരും. ആ ക്വസ്റ്റ്യനറിൽ തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഫുൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി റിവ്യൂ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് തരണം. സബ്മിറ്റ് തന്നു കഴിഞ്ഞിട്ട് അതിന് ജനറേറ്റ് ചെയ്യണം. ഈ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്ലെയിൻ പേപ്പറിൽ വേണം ഇത് പ്രിന്റ് ഔട്ട് എടുക്കാൻ. സോ പ്രിന്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞിട്ട് 2 വിറ്റ്നസിന്റെ കയ്യിലിരുന്ന് സിഗ്നേച്ചർ മേടിക്കണം. സോ ഓൺലൈനിൽ ഇങ്ങനെയാണ് നമ്മൾ വില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വി ഗെറ്റ് സ്റ്റക്ക് സംവെയർ. നമുക്കറിയില്ലായിരിക്കും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഓൺലൈനിൽ പറയുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ ഫിൽ ചെയ്താൽ മതി. സോ ഇവിടെ ഉള്ള ഒരു വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ നമ്മൾ സ്വന്തമായിട്ട് വില്ല് ഉണ്ടാക്കുമ്പോൾ വി ഹാവ് ടു ബി വെരി കോഷ്യസ് ആൻഡ് വെരി ക്ലിയർ. ഞാൻ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇല്ല എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ചെയ്യണം, ഐ വോണ്ട് ബി മോർ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ കണ്ടത് എങ്ങനെ വില്ല് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് നമ്മൾ വില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ കുറേ ഫിനാൻസ് റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, മോഡ്യൂൾ ബൈ മോഡ്യൂൾ വീഡിയോസ് വഴി ഞങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ക്വരീസ് അറൈസ് ചെയ്യുക, അപ്പം തന്നെ ഒരു കോൾ സ്കെഡ്യൂൾ ചെയ്താൽ മതി. ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം കോച്ചസ് നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ക്വരീസ് സോർട്ട് ചെയ്ത് തരും. സോ ഇവിടെ ഞാൻ ഈ വീഡിയോ തീർക്കുന്നു. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ദിസ് ഈസ് സനാറാം സൈനിങ് ഓഫ്.